ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് വിവാഹത്തിൻ്റെ സുവർണ രജത ജൂബിലികൾ ആഘോഷിക്കുന്ന മളിയേക്കൽ മാത്യു ഡാർലി ദമ്പതികളെയും കാച്ചപ്പള്ളി ജിനേഷ് ഷിജി ദമ്പതികളെയും വാസ്തവത്തിൽ ആഘോഷിക്കുകയാണ് ഈ ദിവ്യ ബലിയിൽ. നീണ്ട ഈ 50-25 വർഷങ്ങൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ 25 വർഷങ്ങൾക്ക് മുമ്പ് 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയിൽ വെച്ചിട്ടായിരുന്നോ? എവിടെ? അല്ല, നിങ്ങളുടെ ഇവിടെ വെച്ചിട്ടായിരുന്നു. ദേവാലയത്തിൽ, ഈ പള്ളിയിലോ അല്ലെങ്കിൽ മറ്റ് പള്ളികളിൽ, ഏത് പള്ളിയിൽ വെച്ചിട്ടായിരുന്നു? കോട്ടയ്ക്കാവായിരുന്നു. എവിടെ? വള്ളുവള്ളി, വൈക്കം. വൈക്കത്തായിരുന്നു. ഈ വൈക്കത്ത ദേവാലയത്തിലും നമ്മുടെ ഈ ദേവാലയത്തിലും ആരംഭിച്ച വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതം, അത് സന്തോഷകരമായി വിജയകരമായി ഈ നിമിഷം വരെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ സന്തോഷമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അതുമാത്രമല്ല, സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം പരാജയപ്പെടാൻ സാധ്യതയുള്ളൊരു ബന്ധത്തെ ദൈവകൃപയാൽ വിജയമാക്കിയ 2 ദമ്പതികളാണ് നമ്മുടെ മുമ്പിൽ ആയിരിക്കുക. ഇവിടെ ഇരിക്കുന്ന ഇതുപോലെ 25-50 വർഷങ്ങളൊക്കെ പൂർത്തിയാക്കിയവർ, അവരും സ്ഥിതിവിവര കണക്കുകൾ പറയും പ്രകാരം ഒരുപക്ഷെ പരാജയപ്പെടാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു ബന്ധത്തെ ദൈവത്തിൻ്റെ കൃപ കൂട്ടുപിടിച്ച്, ഈശോയുടെ കരം കൂട്ടുപിടിച്ച് വിജയകരമാക്കിയ ആ സന്തോഷമാണ് ഇവരുടെ ജീവിതത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ സ്ഥിതിവിവര കണക്ക് പ്രകാരം പരാജയപ്പെടാൻ സാധ്യത എന്ന് പറഞ്ഞത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും. ഈ വിവാഹ ജീവിതത്തെ പറ്റി, ദാമ്പത്യ ജീവിതത്തെ പറ്റി, അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൽ ദമ്പതികൾ അനുഭവിക്കുന്ന സന്തോഷം, ഇതിനെപ്പറ്റി നടത്തിയിട്ടുള്ള നിരവധി പഠനങ്ങളുണ്ട്. ലോകത്തെമ്പാടും നടത്തിയിട്ടുള്ള നിരവധി പഠനങ്ങളുണ്ട്. ഈ പഠനങ്ങൾ ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, വിവാഹ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത്, അതിലെ സംതൃപ്തി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു യു ഷേപ്പ് പോലെയാണ് എന്നുള്ളതാണ്. യു ഷേപ്പ്, യു എന്നുള്ള അക്ഷരത്തിൻ്റെ ഷേപ്പ് നമുക്കറിയാം. അത് ആകാശം മുട്ടെ തുടങ്ങി നിലം തൊട്ട് വീണ്ടും ആകാശം മുട്ടെ വളരുന്ന ഒരു ഷേപ്പാണ് യു എന്നുള്ള അക്ഷരത്തിന് നമുക്കറിയാം. വിവാഹ ജീവിതത്തിൻ്റെ ആ ജീവിതത്തിൽ ദമ്പതികൾ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ, സംതൃപ്തിയുടെ ഒരു പോക്കും ഈ യു ഷേപ്പ് പോലെയാണെന്നാണ് ഈ പഠനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. നമുക്കറിയാം, വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ അത് ഈ 2 ദമ്പതികളെ സംബന്ധിച്ചിട്ടായാലും ശരി, എൻ്റെ മുമ്പിലിരിക്കുന്ന വിവാഹ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരാണ് ഏതാണ്ട് എല്ലാ പേരും തന്നെ എന്നാണ് ഞാൻ കാണുന്നത്. ഈ വിവാഹ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഒരു സന്തോഷത്തിൻ്റെ ഒരു സ്പൈക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ആ പുതിയ ജീവിതത്തിൻ്റെ ഒരു ഫ്രഷ്നെസ്, കൂടെ നടക്കാനായിട്ട് ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി, ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിൻ്റെ സന്തോഷം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ദാമ്പത്യ ജീവിതത്തിൽ നൽകുന്ന ഒരു സ്പൈക്കുണ്ട്. അതാണ് ആകാശം മുട്ടുന്ന സന്തോഷമാണ്. പക്ഷേ ഈ സന്തോഷം അതുപോലെ തന്നെ എന്നും നിൽക്കുമോ? ആ തുടക്കത്തിലുള്ള സന്തോഷം, മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഹെഡോണിക് അഡാപ്റ്റേഷൻ. ഈ മനുഷ്യന്, ഓരോ വ്യക്തിക്കും ഒരു സെറ്റ് പോയിന്റ് ഉണ്ട് സന്തോഷത്തിൻ്റെ. അതാണ് അവൻ, ആ സന്തോഷം എപ്പോഴും അങ്ങനെയാ പോവുക. പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും പുതിയൊരു കാര്യം സംഭവിക്കുമ്പോൾ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം സംഭവിക്കുമ്പോൾ, ഈ സന്തോഷം, നമ്മുടെ സെറ്റ് പോയിന്റിൽ നിൽക്കുന്ന സന്തോഷം, അതിൻ്റെ ഒരു സ്പൈക്ക് ഉണ്ടാകും. പക്ഷേ നമ്മൾ പെട്ടെന്ന് അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും സന്തോഷത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ പഴയ ലെവലിലേക്ക് തിരികെ വരും എന്നുള്ളതാണ്. വിവാഹ ജീവിതത്തിലെ സന്തോഷത്തെപ്പറ്റി മനഃശാസ്ത്രജ്ഞന്മാർ, ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളവർ പറയുന്നത്, ശരാശരി 2 വർഷം കഴിയുമ്പോൾ വിവാഹ ജീവിതം തുടങ്ങുമ്പോഴുള്ള ഈ സന്തോഷത്തിൻ്റെ സ്പൈക്ക് അതിൻ്റെ സെറ്റ് പോയിന്റിലേക്ക്, നമ്മുടെ സാധാരണ സന്തോഷത്തിലേക്ക് തിരികെ വരും എന്നുള്ളതാണ്. പിന്നെയും പഠനങ്ങൾ പറയുന്നത്, ഈ 2 വർഷം കഴിഞ്ഞ് 7 വർഷത്തെ ഒരു ഈച്ച് പോയിന്റ് ഉണ്ട്.
നമുക്ക് തിരിച്ചൊറിച്ചിൽ തുടങ്ങുന്ന ഒരു സമയം. 2 വർഷം കഴിഞ്ഞ് വീണ്ടും സന്തോഷം പഴയ ലെവലിലേക്ക് എത്തി. പിന്നെ ഒരു 7 വർഷം കഴിയുമ്പോൾ വീണ്ടും ഈ സന്തോഷം കുറേ കൂടെ യു ഷേപ്പ് ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കും. 10 വർഷം 20 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ യു ഷേപ്പ് ഏതാണ്ട് അതിൻ്റെ നിലം തൊടുന്ന സമയത്തേക്ക് എത്തും എന്നുള്ളതാണ്. 2 വർഷം മുതൽ ഈ 20 വർഷം വരെ ഈ സന്തോഷം ഇങ്ങനെ പതുക്കെ കുറഞ്ഞു വന്നതിൻ്റെ നിലം തൊടുന്ന ഒരു അവസ്ഥയിലേക്ക് സാധാരണഗതിയിൽ എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല. പക്ഷേ അതിൻ്റെ നോർമൽ പോക്ക് അതാണ്. എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധ, പ്രത്യേകിച്ച് അമ്മമാരുടെ ശ്രദ്ധ കൂടുതലും കുട്ടികളുടെ കാര്യത്തിലേക്ക് പോകും. ഭർത്താവിന് അതുവരെ കൊടുത്ത ശ്രദ്ധ, അതുവരെ ഉണ്ടായിരുന്ന റൊമാൻറ്റിക് ലൈഫ്, അത് കുറേയൊക്കെ കുറയും. ചില പഠനങ്ങൾ പറയുന്നത് ആദ്യത്തെ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന റൊമാൻറ്റിക് ആയിട്ടുള്ള സംഭാഷണങ്ങൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തിൽ അതിന് 40% കുറവ്, ലോകമെമ്പാടും നടത്തിയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് 40% കുറവ് സംഭവിക്കും എന്നാണ്. കേരളത്തിൽ അതൊരു പക്ഷേ 60 മുതൽ 70% വരെ ആ കുറവ് സംഭവിക്കാം ഈ റൊമാൻറ്റിക് സംഭാഷണങ്ങളിൽ. അതിപ്പോൾ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, നിങ്ങൾക്കാണത് പറയാനായിട്ട് സാധിക്കുക. കാരണം കേരളത്തിൽ മക്കളുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ കൊടുക്കുന്ന മാതാപിതാക്കളാണ്. മക്കളാണ് പിന്നെ സ്വർഗം. ഭാര്യയും ജീവിത പങ്കാളി ഒരുപക്ഷെ മറക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോലും പോകുന്ന കുടുംബങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആദ്യത്തെ കുട്ടി ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അതുവരെ ഉണ്ടായിരുന്ന റൊമാൻറ്റിക് ആയിട്ടുള്ള സംഭാഷണങ്ങളിൽ 60% വരെ കുറവ് ദമ്പതികളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഈ കുട്ടികളുണ്ടാകുമ്പോൾ ശ്രദ്ധ അങ്ങോട്ട് പോകും. പിന്നെ നമുക്കറിയാം, ഈ 7 വർഷം ഒക്കെ ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് 5 വർഷം 7 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കരിയറിൻ്റെ ഗ്രോത്തിനെ പറ്റിയുള്ള ചിന്തകളുണ്ടാവും. പൈസ കണ്ടെത്താൻ, ലോൺ തിരിച്ചടയ്ക്കേണ്ട കാര്യങ്ങളുണ്ടാകും. അങ്ങനെ നിരവധി ബാധ്യതകൾ വരുമ്പോൾ ജീവിതത്തിൽ അതുവരെ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭാര്യ നല്ലൊരു സാരി ഉടുത്ത് വരുമ്പോൾ നീ ഈ സാരിയിൽ വളരെ സുന്ദരിയായിരിക്കുന്നു എന്നുള്ള സംഭാഷണങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവ് നല്ലൊരു ഷർട്ടിട്ട് വരുമ്പോൾ ഈ ഷർട്ട് നിങ്ങൾക്ക് നല്ല മാച്ചാണ് എന്ന് പറയുന്ന സംഭാഷണങ്ങളൊക്കെ കൊച്ചിൻ്റെ ഡയപ്പർ മാറ്റുന്നതിനെ പറ്റിയും വീട്ടിലെ കറണ്ട് ബില്ലടയ്ക്കുന്നതിനെ പറ്റിയും ലോൺ തിരിച്ചടയ്ക്കുന്നതിനെ പറ്റിയുമുള്ള ചർച്ചകളായിട്ട്, സംഭാഷണങ്ങളായിട്ട് വഴിമാറുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ 20 വർഷങ്ങളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ സന്തോഷം പലപ്പോഴും കുറഞ്ഞ് വരിക. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 20 വർഷം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഈ കുറേയൊക്കെ ബാധ്യതകളൊക്കെ മാറുന്നതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ സന്തോഷത്തിൻ്റെ കർവ് ആകാശത്തേക്ക് വീണ്ടും വളർന്ന് തുടങ്ങും എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന മാത്തുക്കുട്ടി ചേട്ടനായാലും ഡാർലി ചേച്ചി ആയാലും ജിനേഷ് ആയാലും ഷിജി ടീച്ചറായാലും എല്ലാവരും ഇവരുടെ ജീവിതത്തിൽ ഈ 20 വർഷത്തിൻ്റെ ഈ പറഞ്ഞ യു ഷേപ്പിൻ്റെ താഴേക്കുള്ള ഈ യാത്ര, ഈ പോക്ക്, അതിനെ മറികടന്ന് അതൊരു ഡേഞ്ചർ സോണാണ്. ആ ഡേഞ്ചർ സോണിനെ ഓവർകം ചെയ്ത്, തരണം ചെയ്ത് വീണ്ടും സേഫ് സോണിലേക്ക്, ഒരു ഹെവൻലി സോണിലേക്ക്, സ്വർഗീയമായൊരു സോണിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ആളുകളാണ് എന്ന് നമുക്ക് അറിയാനായിട്ട്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെ ഒരുപക്ഷെ ഇവർ ആ ഒരു സോൺ കഴിഞ്ഞ് ആ കർവ് ഉയരത്തിലേക്ക്, ആകാശത്തിലേക്ക് വീണ്ടും തിരികെ പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറെ കൂടെ ചെറുപ്പക്കാരായിട്ടുള്ള ദമ്പതികളൊക്കെ ജീവിതത്തിൽ ഈ സങ്കീർണതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ സന്തോഷം, ദാമ്പത്യ ജീവിതത്തിൻ്റെ സന്തോഷം കുറയുന്നതിൻ്റെ, സംതൃപ്തി കുറയുന്നതിൻ്റെ സങ്കീർണതകൾ ഈ 20 വർഷമൊക്കെ എത്തുന്ന ആ സമയത്ത്, ആ കാലഘട്ടത്തിലൂടെ താഴേക്ക് പോകുന്ന യു ഷേപ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കേണ്ടുന്നൊരു കാര്യം, അതും കടന്നു പോകും എന്നുള്ളതാണ്. നമ്മൾ 23-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള കാര്യമുണ്ട്. ഒരു പക്ഷേ ഈ മാത്തുക്കുട്ടി ചേട്ടനെയും ഡാർലി ചേച്ചിയെയും ജിനേഷും ഷിജിയും ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇവർക്ക് വളരെ ആത്മാർത്ഥതയോടെ പറയാനായിട്ട് സാധിക്കുന്ന ഒരു വചനമാണ്. ഈ ജീവിതത്തിലെ ഈ ഒരു ഡേഞ്ചർ സോണിലൂടെ കടന്നു പോകുമ്പോൾ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര, ഒരു താഴ്വര പോലെയാണത്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ ഞങ്ങൾ നടന്നപ്പോഴും ദൈവം കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെട്ടില്ല. അവിടുത്തെ ഊന്നുവടിയും ദണ്ടും ഞങ്ങൾക്ക് ആ യാത്രയിൽ ഉറപ്പ് നൽകി.
ഇവർ ദൈവത്തിൻ്റെ കരം പിടിച്ച് നടന്നതുകൊണ്ട് വിവാഹം എന്ന കുദാശ നടക്കുമ്പോൾ ദമ്പതികൾക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ വരപ്രസാദമുണ്ട്. ആ ജീവിതം അത്ര എളുപ്പമൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ ജീവിതത്തിൽ ഇത്തരം സന്തോഷം കുറയുന്ന, സംതൃപ്തി കുറയുന്ന സമയങ്ങളിലൂടെ വീണുപോകാതെ നടന്നു പോകാനായിട്ടുള്ള കൃപയാണ് വിവാഹം എന്ന കൂദാശ നടക്കുമ്പോൾ. ഈ 50 വർഷം മുമ്പ് മാത്തുക്കുട്ടി ചേട്ടനും ചേച്ചിക്കും, ഈ 25 വർഷം മുമ്പ് ജിനേഷിനും ടീച്ചർക്കും ഒക്കെ ലഭിച്ചത് ഈ കൃപയാണ്. ആ കൃപ സജീവമായി അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ പ്രാർത്ഥന വഴിയായി, പുണ്യപ്രവർത്തികൾ വഴിയായി, ഔദാര്യത്തോടെ മറ്റുള്ളവരെ സഹായിച്ചത് വഴിയായി, കൂദാശകൾ വഴിയായി സജീവമായ ആ കൃപ നിലനിർത്തിയതുകൊണ്ടാണ് ഈ താഴ്വരയിലൂടെ, ഈ യു ഷേപ്പിൻ്റെ ഈ താഴ്വര കടന്ന് വീണ്ടും സന്തോഷത്തിൻ്റെ ഈ ആകാശം മുട്ടുന്ന ഇടത്തേക്ക് നടക്കാനായിട്ട് അവർക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ്, അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ദമ്പതികളുണ്ടെങ്കിൽ, ഈ താഴ്വരയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ഇവരുടെ ജീവിതം കണ്ട് ഈ പഠനങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ തിരിച്ചറിയണം, ഇതും കടന്നു പോകും. ദൈവത്തിൻ്റെ കരം പിടിച്ച് അവിടുത്തെ കൃപ, വിവാഹം എന്ന കുദാശയുടെ സമയത്ത് നിങ്ങൾക്ക് 2 പേർക്കും ലഭിച്ചിട്ടുള്ള, ഓരോ ദമ്പതികൾക്കും ലഭിച്ചിട്ടുള്ള ആ കൃപ സജീവമായി നിലനിർത്താനായിട്ട് സാധിച്ചാൽ ഈ താഴ്വരയും കടന്ന് നമ്മൾ വീണ്ടും ഉയരത്തിലേക്ക്, ആ സന്തോഷം, ആ സംതൃപ്തി ദാമ്പത്യ ജീവിതത്തിൻ്റെ കടന്ന് പോകും എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ഇവരുടെ ഈ സന്തോഷകരമായ, ഇവരുടെ ഇന്ന് ആഘോഷിക്കുന്ന ഈ ജൂബിലി. ഇവരെ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു പഠനമുണ്ട്, ഡോക്ടർ ജോൺ ഗോട്ട്മാൻ്റെ ലവ് ലാബ്. 40 വർഷം ദമ്പതികളെ അദ്ദേഹം നിരീക്ഷിച്ചിട്ട് കണ്ടെത്തിയ ഒരു കാര്യം, സന്തോഷത്തോടെ ജീവിക്കുന്ന ദമ്പതികൾ, ഇവർ 2 ദമ്പതികളും സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന നിരവധി ദമ്പതികൾ ഇവിടെ ഇരിപ്പുണ്ട്. സന്തോഷത്തോടെ ജീവിക്കുന്ന ദമ്പതികൾ, അതുപോലെ ഈ പറഞ്ഞ 20 വർഷത്തിൻ്റെ കടമ്പ കടന്ന ദമ്പതികളൊക്കെ, അവർ എങ്ങനെ ജീവിതത്തിൽ, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്നു, അത് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം പറയുന്നത് 5:1 റേഷ്യോ ആണ്. അദ്ദേഹം അതിന് വിളിക്കുന്നത് 5:1 അനുപാതം എന്നാണ്. എന്താണത്? ജീവിതത്തിൽ, ഇങ്ങനെയുള്ള ദമ്പതികളുടെ ജീവിതത്തിൽ, ഏത് ദമ്പതിയുടെയും ജീവിതത്തിൽ ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടായാൽ അവരറിഞ്ഞോ അറിയാതെയോ തന്നെ 5 പോസിറ്റീവ് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ സംഭവിക്കുന്നവരുടെ ജീവിതമാണ് വലിയ പരിക്കുകളില്ലാതെ സംതൃപ്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നത്. ഇത് ഈ ഗോട്ട്മാൻ എന്ന് പറയുന്ന ഒരു ആളുടെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനത്തിൻ്റെ ഒരു റിസൾട്ട് മാത്രമല്ല, ബൈബിളിലും പറയുന്നുണ്ട് ഏതാണ്ട് അതുപോലൊരു കാര്യം. പത്രോസ്ലീഹായുടെ 1-ാമത്തെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, സർവോപരി നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ, കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു. അപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം, ആ നെഗറ്റീവായിട്ടുള്ള കാര്യത്തെ 5 സ്നേഹത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അതിനെ വലയം ചെയ്യുമ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള കാര്യം മറയ്ക്കപ്പെടുന്നു എന്നാണ് വചനം പറയുന്നത്. അത് തന്നെയാണ് ഈ 40ഓളം വർഷങ്ങൾ ദമ്പതികളുടെ ജീവിതങ്ങളെ പഠിച്ച ഗോട്ട്മാൻ പറയുന്നത്. ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം സംഭവിച്ചാൽ 5 പോസിറ്റീവ് കാര്യങ്ങൾ അറിയാതെയോ അറിഞ്ഞോ സംഭവിക്കുന്ന ദമ്പതികളുടെ ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ദാമ്പത്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഈ 5:1 റേഷ്യോ പ്രയോഗത്തിൽ വരുത്താനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം എന്നുള്ളതാണ്. ഈ പത്രോസ്ലീഹ പറയുന്ന എല്ലാ പാപങ്ങളെയും കുറവുകളെയും മറയ്ക്കുന്ന സ്നേഹം, ആ സ്നേഹത്തെ പറ്റിയാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതുന്ന 1-ാം ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ എന്താണ് സ്നേഹം എന്ന്, അല്ലേ? ആ സ്നേഹത്തിൽ ക്ഷമയെപ്പറ്റി, സഹിക്കുന്നതിനെപ്പറ്റി, വിട്ടുവീഴ്ചയെപ്പറ്റി, പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നതിനെപ്പറ്റി വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 2 ദമ്പതികളും
അവരുടെ ജീവിതം ഇന്ന് ഈ വിജയകരമായി 25-50 വർഷങ്ങൾ പൂർത്തിയാക്കി നിൽക്കുമ്പോൾ അവർക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, ഈ സ്നേഹത്തിൻ്റെ, പൗലോസ്ലീഹ പറയുന്ന സ്നേഹത്തിൻ്റെ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ക്ഷമിക്കാതെ ഇവിടം വരെ എത്താൻ പറ്റുമോ? പരസ്പരം ക്ഷമിക്കാതെ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. വിട്ടുവീഴ്ച ചെയ്യാതെ ഇവിടം വരെ എത്താൻ പറ്റുമോ? പറ്റില്ല. പരസ്പരം പ്രോത്സാഹിപ്പിക്കാതെ എത്താൻ പറ്റില്ല. ദൈവത്തിൻ്റെ കരം പിടിക്കാതെ എത്താൻ പറ്റില്ല. ഞാൻ ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ അതെ എന്ന് രണ്ടുപേരും പറയുകയാണ്. അത് തന്നെയായിരിക്കും നിങ്ങളുടെയും അനുഭവം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ എല്ലാവരും അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ഈ യു ഷേപ്പ്. ആ യു ഷേപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഇവരൊരു പക്ഷെ അത് കടന്ന് കൂടുതൽ സംതൃപ്തിയുടെ ആകാശം മുട്ടുന്ന ഒരു കർവിലേക്ക് കടന്നു കഴിഞ്ഞു. ആ അവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. ഇത് താഴേക്ക് പോകുന്ന, സന്തോഷം താഴേക്ക് പോകുന്ന അവസ്ഥയിൽ ജീവിക്കുന്നവരുണ്ടാകും. ഏറ്റവും താഴെ മുട്ടി നിലം തൊട്ട് സന്തോഷം ദാമ്പത്യ ജീവിതത്തിൽ നിൽക്കുന്ന ആളുകളുണ്ടാകും. ഇവിടെ ഓർക്കുക, ഇതും കടന്നു പോകും. ഈ യു ഷേപ്പ് ഒരിക്കലും താഴെ നിൽക്കുന്നില്ല. നമുക്ക് ബോധപൂർവം സ്നേഹത്തോടെ ജീവിക്കാൻ ദമ്പതികൾ എന്ന നിലയിൽ ഈ പൗലോസ്ലീഹ പറയുന്ന ആ വായിച്ചു കേട്ട ഭാഗം നിങ്ങളെല്ലാവരും വായിക്കണം. ഇന്നിപ്പോൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 13-ാം അധ്യായം 1 മുതൽ 13 വരെ വാക്യങ്ങൾ സ്നേഹത്തെപ്പറ്റി മാത്രമാണ് പറയുന്നത്. ഈ ജീവിതത്തിൽ സ്നേഹം വറ്റിപ്പോയ ആളുകൾക്ക് അത് തിരികെ കണ്ടുപിടിക്കാൻ, വീണ്ടും ആ യു ഷേപ്പ് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള, ഏറി പറയുന്ന കാര്യം കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ വീണ്ടും സ്നേഹം തിരികെ പിടിക്കാം, എങ്ങനെ വീണ്ടും സംതൃപ്തിയുള്ള സന്തോഷമുള്ള ദാമ്പത്യ ജീവിതത്തിലേക്ക് നമുക്ക് തിരികെ വരാം എന്ന്. അതുപോലെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ 5 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അതിനെ പൊതിയാനായിട്ട് സാധിക്കുമ്പോൾ പത്രോസ്ലീഹ പറയുന്നത് പോലെ പാപത്തെ മറയ്ക്കുന്ന ഗാഢമായ സ്നേഹത്തിൻ്റെ വലയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും സന്തോഷവും സംതൃപ്തിയുമുള്ള കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഇവരെ പോലെ തന്നെ 25-50 വർഷങ്ങൾ വിവാഹത്തിൻ്റെ ഇതുപോലെ ആഘോഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും. 2 ദമ്പതികളെയും ഈ അവസരത്തിൽ ഈ ഇടവകയുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ അനുമോദിക്കുന്നു. നിങ്ങൾ വാസ്തവത്തിൽ ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ദമ്പതികൾക്ക് മാതൃക നൽകുകയാണ്. ഈ ജീവിതത്തിൽ ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് സന്തോഷം വീണ്ടും അതിൻ്റെ ഔന്നത്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അതൊരു മാതൃകയാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതവും നിങ്ങളുടെ കുടുംബങ്ങൾ ഈ ഇടവകയ്ക്ക് നൽകുന്ന എല്ലാ സ്നേഹത്തിനും, എല്ലാ ഔദാര്യപൂർവമുള്ള ശുശ്രൂഷകൾക്കും സഹായങ്ങൾക്കും ഈ 2 കുടുംബങ്ങളും അവരുടേതായ രീതിയിൽ ഈ ഇടവകയെ സ്നേഹിക്കുകയും ഈ ഇടവകയ്ക്ക് ശുശ്രൂഷ ചെയ്യുകയും ഈ ഇടവകയ്ക്ക് ധാരാളമായ നന്മകൾ അവർ ഔദാര്യപൂർവം നൽകുകയും ചെയ്യുന്ന കുടുംബങ്ങളാണ്. ആ കാര്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. അവർക്ക് വേണ്ടി നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. ഈ സന്തോഷത്തിലേക്ക് പോകുന്ന അവരുടെ ഈ ദാമ്പത്യ ജീവിതം അത് ആകാശം മുട്ടെ സന്തോഷത്തോടെ ഇനിയും ജീവിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.